ഹലോ ഫ്രണ്ട്സ്. ഹലോ ഫ്രണ്ട്സ്, ലോക കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര, അല്ലെങ്കിൽ നീലി, കളിയങ്കാട്ട് നീലി. കഥ പറയാൻ വേണ്ടി വരുന്നില്ല, പക്ഷേ അതാണ് അതിൻ്റെ. ഇപ്പം ഒത്തിരി പേര് കണ്ടു കാണും, എങ്കിലും ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു വേർഷൻ പറയുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. ഒരു കാരണവശാലും നമ്മളത് എവിടെയും അറിഞ്ഞു തിരിഞ്ഞ് ഒരു OTT-ക്കകത്ത് കാണേണ്ട പടമായിട്ട് പറയത്തില്ല. പിന്നെ ഇതെല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആണെന്നും പറയുന്നില്ല. ഞാൻ വിചാരിച്ചുകൊണ്ട് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഓർത്തുകൊണ്ടിരുന്നത്. ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ ഞാനിപ്പോൾ കണ്ടു. ക്രിഞ്ചെന്നല്ല, ആൾക്കാർ പറഞ്ഞ ഇതൊരു കാർട്ടൂണിസ്റ്റിക് മൂവിയായി പോയില്ലേ എന്ന് പറയുന്ന ആൾക്കാരെയും ഞാൻ കണ്ടു. അതുകൊണ്ട് പറയുവാണ്, ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആയിരിക്കില്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ കേരള മിത്തോളജി നമ്മൾ കേട്ട് മറന്ന കള്ളിയങ്കാട്ട് നീലി, കടമറ്റത്ത് കത്തനാർ, കാളി, കുളി, മറുത, ചാത്തൻ, ഒടിയൻ, ഈ പറഞ്ഞ കൺസെപ്റ്റുകളെല്ലാം, കുട്ടിച്ചാത്തൻ, ഇതിനൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സായിട്ട് പ്ലേസ് ചെയ്യുന്നു. നമുക്ക് അറിയുന്ന ക്യാരക്ടറായിട്ട് ഇവരെ ഓരോരുത്തരെയും പ്ലേസ് ചെയ്തിട്ട് വാവ് എന്ന് തോന്നുന്ന സ്റ്റൈലിൽ, അതായത് പിള്ളേർക്ക്, ഈ നമ്മുടെ പുതിയ തലമുറ പിള്ളേരുകളുണ്ട്, കൊറിയൻ പോപ്പ് ഇഷ്ടപ്പെടുകയും ജാപ്പനീസ് അല്ലെങ്കിൽ കൊറിയൻ ഫീൽ ഗുഡ് മൂവീസ് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന, കളർഫുൾ ഡ്രസ്സ് ഇടുന്ന, കളർഫുൾ ഹുഡീസ് ഇടുന്ന സ്റ്റൈലിലുള്ള പിള്ളേരുകൾ. അല്ലാതെ അവർ തന്നെ പറയുന്നുണ്ട്, അപ്പൊ ഈ പ്രേതത്തിനും മറുതയ്ക്കൊന്നും വെള്ള ഡ്രസ് അല്ല അല്ലെ, വെള്ളസാരി, അതിന് പറ്റി പോയിന്റ് കേട്ടോ. തീർച്ചയായിട്ടും ബ്ലാക്ക് റോസും പിങ്ക് ലേഡിയും കണ്ടുകൊണ്ടിരിക്കുന്ന പിള്ളേരെ സംബന്ധിച്ച് അവർ കണ്ട അവരുടെ ക്യാരക്ടേഴ്സാണ് ഈ നടക്കുന്നത്. പക്ഷേ ആള് പഴയ നൂറ്റാണ്ടുകൾക്ക് മുമ്പത്തെ നീലിയാണ് അത്ര. ഇപ്പം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് പേരുകൾ മാറും. നീലി 20 വർഷം സ്വീഡനിൽ താമസിച്ച് കാണും, 1900-കളിൽ നീലി ഇംഗ്ലണ്ടിൽ താമസിച്ച് കാണും, ഇന്ന സ്ഥലങ്ങളിൽ വർക്ക് ചെയ്ത് കാണും, ബ്രിട്ടീഷ് യുദ്ധത്തിനകത്ത് പങ്കെടുത്ത് കാണും. അങ്ങനത്തെ പല 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 ഹിസ്റ്റോറിക്കൽ സാധനങ്ങളും വളരെ വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്തുകൊണ്ട് സ്ക്രിപ്റ്റ് വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡൊമിനിക് അരുൺ, ഹാറ്റ്സ് ഓഫ്. അത് വളരെ കിടുക്കനായിട്ടൊരു വർക്കാണ്. നിങ്ങൾ എടുത്ത് വെച്ച ഓരോന്നും നമ്മൾ കേട്ട് മറന്ന്, കടമറ്റം എന്നുള്ളത് ഞങ്ങളുടെ നാടിനടുത്തുള്ളതാണ്. ഞങ്ങൾക്ക് ഓർമ്മയുള്ള കഥകളാണ്. എൻ്റെ വല്യമ്മച്ചിയുടെ കഥകൾക്കകത്തുള്ളതാണ്. കടമറ്റത്ത് കത്തനാർ നീലിയെ ഇതുപോലെ ആണിയടിച്ച് തിരുവല്ലയ്ക്കടുത്ത് പനിയനാർക്കാവെന്ന് പറഞ്ഞൊരു കാവിനകത്ത് തറച്ചെന്നും അവിടെ ഇപ്പോഴും നെഗറ്റീവ് എനർജി ഇതുപോലത്തെ സഞ്ചാരങ്ങളുണ്ടെന്നൊക്കെ ഉള്ളത് ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ കേട്ട് വളർന്ന കഥകളാണ്. ഇപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ ചെറുപ്പത്തിൽ എൻ്റെ വല്യമ്മച്ചി ഞാനോട് എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു, കടമറ്റത്ത് കത്തനാർ പിശാചിൻ്റെ കൂട്ടത്തിൽ പോയിട്ടാണ് ദുർമന്ത്രവാദം പഠിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് ആ ലോകത്തുനിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി പിശാചുക്കളുടെ പുള്ളിയെ ചേസ് ചെയ്ത് വന്ന് പുള്ളി ഓടി വന്ന് പള്ളിക്കകത്ത് കയറി കഥ അടച്ചപ്പം പിശാചുക്കളുടെ പുള്ളിയെ പിടിക്കാൻ വയ്യാതെ ദേഷ്യം സഹിക്കാൻ വയ്യാതെ ചങ്ങലം കൊണ്ട് ഭിത്തിക്കിട്ടും വാതിലിട്ട് അടിച്ചിട്ട് പോയി. ഇതാണ് ഞങ്ങൾ പഠിച്ച കഥ. കാളി, കൂളി, മറുത, കുട്ടിച്ചാത്തൻ, ഈ ഭൂതഗണങ്ങളെല്ലാം നമുക്കിടയിൽ, വാമ്പയേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്കിടയിൽ അവർ ജീവിക്കുന്നുണ്ട്. ഓരോ പേരുകളിൽ, ഓരോ ഭാവങ്ങളിൽ. അവർക്കൊരിക്കലും മരണമില്ല, അവർക്കൊരിക്കലും അവർ കാലം നിശ്ചലമാകുന്നില്ല, കാലം ഓടിക്കൊണ്ടിരിക്കുന്നു. ഇവർ പുതിയ പുതിയ വേഷങ്ങളിൽ അതേ ജീവിതം തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഈ പടത്തിൻ്റെ കൺസെപ്റ്റ്. പക്ഷെ അത് പിള്ളേർക്ക് പോലും മനസ്സിലാകുന്ന, പിള്ളേർക്ക് പോലും രസിക്കുന്ന സ്റ്റൈലിൽ എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ പടത്തിൻ്റെ അക്സെപ്റ്റൻസ് കിട്ടുന്നത്. ഇതിൻ്റെ ഒരു കഷ്ണം മാത്രമാണ്. ഈ ചന്ദ്ര എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇത്. നസ്ലിൻ എന്ന് പറഞ്ഞൊരു സാധാരണ മനുഷ്യൻ, ചുമ്മാ ഓളം അടിച്ച് നടക്കുന്ന പിള്ളേർ സെറ്റിനകത്ത് ഒരു ഗ്രൂപ്പ്, അവർ 3 പേര് കൂടി ചുമ്മാ തേരാപ്പര നടക്കുന്ന പിള്ളേർ സെറ്റ്, ജോലിയൊക്കെ രാജിവെച്ച് അധികം ജോലി ചെയ്യാൻ വയ്യ, സുഖമാനായിട്ട് ജീവിക്കണം, ഇങ്ങനെ ബാംഗ്ലൂർ എവിടെയോ ജീവിക്കുന്ന പിള്ളേരാണിത്. അപ്പോൾ ഇവന്മാർ കന്നഡയാണ് കേട്ടോ, ഇഷ്ടംപോലെ കന്നഡ സംഭാഷണങ്ങൾ വരുന്നുണ്ട്. ബാംഗ്ലൂർ എവിടെയോ ജീവിക്കുന്ന പിള്ളേർ. അപ്പോൾ ഇതിനകത്ത് സലിംകുമാറിൻ്റെ മോനാണ് ഇവൻ്റെ ഒരു കൂട്ടുകാരനെ. അല്ലേ, ഇത് സൂപ്പറാണ്. സലിംകുമാറിൻ്റെ മോൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ ആക്ഷൻസും സലിംകുമാറിനെ അതേപടി വരച്ച് വെച്ചിരിക്കുന്ന സംഭവം. ആ കണ്ണും ആ ചിരിയും ആ ഭാവവും, പിന്നെ ആ സ്ലാങ്ങും കൊണ്ടുവന്നിട്ടുണ്ട്. സലിംകുമാർ പറയാറുണ്ട് ഡയലോഗുകളൊക്കെ ഇല്ലേ, എന്താണ് നിന്റെ പണി, ടൈപ്പ് നല്ല രസമുണ്ട് കേൾക്കാൻ. അടിപൊളി കേട്ടോ. പുള്ളി നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യും. കാരണം പുള്ളി ഈ നസ്ലിൻ്റെനും ഈ സലിംകുമാറിൻ്റെനും ആൾക്കാർ ഇഷ്ടം പോലെ ചിരിക്കുന്നത് കാണുന്നുണ്ട്, നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. അങ്ങനെ കൂറ തമാശകളും അല്ല, ഒത്തിരി ഡബിൾ മീനിങ് തമാശകൾ ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിലും അത്ര കൂറ ലെവലിലുള്ള തമാശയല്ല, സിറ്റുവേഷനോട് ചേർന്ന് പോകുന്ന കോമഡിയാണ്. കാമിയോ റോൾസാണ് എടുത്തു പറയേണ്ടത്. നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ വയ്യാത്ത 2 പേര് വരുന്നു. അതിനൊട്ടും പ്രതീക്ഷിക്കാൻ വയ്യാത്ത ചാർലി എന്ന് പറഞ്ഞ സിനിമ, എനിക്കത് റിവ്യൂസിനകത്ത് ആരും ഇത് പറയുന്നത് കേൾക്കാത്തതുകൊണ്ടാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അത് ക്ലിയറായിട്ടും ഈ പറയുന്ന ചാർലി അവർ എടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ചാർലി എന്ന് പറഞ്ഞ സിനിമ കണ്ടത് ദുൽഖറിൻ്റെ, എന്തുകൊണ്ട് ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല, അല്ലെ ആൾക്കാർ ലിങ്ക് ചെയ്യുന്നത് എനിക്ക് പിടികിട്ടുന്നില്ല. ആ ചാർലി അല്ലേ ഈ ചാർലി എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത്ര ക്ലീനായിട്ടാണ് അതിനെ കണക്ട് കൊണ്ട് വന്നിരിക്കുന്നത്. ചാർലി സിനിമയ്ക്കകത്തും പറഞ്ഞത് അവനൊരു ജിന്നല്ല, പക്ഷെ അവൻ ഇന്ന് വരും നാളെ പോകും, എവിടെ പോകുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞൊരു സംഭവം ചാർലിക്കകത്തുണ്ട്. അതേ സംഭവത്തിന് ഈ ചന്ദ്രയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച സ്വീഡനിലായിരുന്നു, ഇന്ന് ഇവിടെയാണ്, നാളെ എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കി ഇവിടെ വിട്ടു പോകും, അല്ലെങ്കിൽ വേറൊരു കാര്യം വരുമ്പോൾ ഇവിടെ വിട്ടു പോകും, ആരോടും ഞാൻ കൂടുതൽ അടുക്കത്തില്ല. അതാണ് ഇവരുടെ ജീവിതം. ഇതിനകത്ത് മലയാളത്തിൻ്റെതായ കുറെ സംഭവങ്ങൾ മിക്സപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ എന്നുള്ളൊരു ഒരു എന്താ പറയാ റിലേഷൻഷിപ്പ് തോന്നുന്നു. നൊസ്റ്റാൾജിയാണ് മുഴുവൻ. റിലേഷൻഷിപ്പ് നൊസ്റ്റാൾജിയാണ്. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ ചെറുപ്പത്തിൽ കേട്ട് വളർന്ന കഥകൾ, അത് നമ്മൾ പുതിയ സ്റ്റൈലിൽ കേൾക്കുന്നു. പുതിയ സ്റ്റൈൽ ഓഫ് ട്രീറ്റ്മെന്റിൽ, VFX-ന്റെ ഒക്കെ സഹായത്തിൽ. VFX ഒക്കെ അടിപൊളി. പിന്നെ ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് ഒന്നും പറയാനില്ല,
അടിപൊളിയായിട്ട്, അതായത് ഓരോ സീനിനെയും പുള്ളി ഇത് നമ്മളെ അതിനകത്ത് ലോക്ക് ചെയ്ത് നിർത്തുന്ന ചെയ്തിട്ടുണ്ട്. ചമൻ ചാക്കോയുടെ എഡിറ്റിങ്, അത് വേറെ എന്ത് പറഞ്ഞില്ലെങ്കിലും അത് എടുത്ത് പറയണം. കാരണം അത് ഒരല്പം ബിറ്റ് സ്ലോ ആയി പോയി കഴിഞ്ഞാൽ പലതും എന്ന് തോന്നുന്ന ടൈപ്പിലുള്ള എഡിറ്റിങ് പലയിടത്തും ഉണ്ട്. ട്രാൻസിഷൻസ് ഒക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പൊ ലൈറ്റ് തെളിയുന്ന ഒരു രംഗം കണ്ടിട്ട് പിന്നെ അത് ചായക്കപ്പിൽ ലൈറ്റ് തെളിയുന്നു, സീലിംഗിൽ തെളിഞ്ഞു കിടക്കുന്ന ലൈറ്റുകളുടെ ഒരു സംഭവം കാണിക്കാൻ വെച്ചു. അടുത്തത് ആ ട്രാൻസിഷൻ പോയി അവസാനിക്കുന്ന ഐസ് ക്യൂബ്സ് വെള്ളത്തിനകത്ത് മദ്യത്തിനകത്ത് കിടക്കുന്നതായിട്ടാണ്. അത്ര സിങ്കാണത്, അത്ര പ്ലാൻഡ് ആയിട്ട് ഷൂട്ട് ചെയ്ത സാധനം. നമുക്ക് ഒരു തരത്തിലും ആ സീനിനകത്ത് ഊരിപ്പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു സിങ്ക് ചെയ്യുന്നില്ലോ എന്ന് തോന്നാത്ത ഇതുള്ള സംഭവം. അതുപോലെ മൂത്തോൻ പറഞ്ഞൊരു ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. അത് മമ്മൂട്ടിയുടെ ഒരു ഒച്ചയാണോ എന്ന് ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്. കേട്ടിട്ട് നമുക്ക് അങ്ങനെ തോന്നും കേട്ടോ. കാരണം അത് അത്ര, അയാളാണ് ഇവരുടെ എൽഡർ, അയാളാണ് തീരുമാനിക്കുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ അവരെ വിളിച്ച് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പുള്ളി പറയുവാണ് ഇല്ല അവിടെ നിൽക്കണ്ട, വേണ്ട എന്ന് പറഞ്ഞു. ഇത്രേ ഉള്ളൂ, വേണ്ട എന്നൊരു വാക്ക് പറയുന്നു. ഈ ആ ചെങ്കോലിൽ കൈപ്പിടി പിടിച്ചിരിക്കുന്നത് മാത്രം കാണിക്കുന്നു. പക്ഷെ വേണ്ട എന്ന് പറഞ്ഞ സൗണ്ട് മമ്മൂട്ടിയുടെ ആണെന്നാണ് തോന്നുന്നത്. പിന്നെ വേഫെയർ പോലത്തെ ഫിലിംസ് പോലത്തെ ദുൽഖറിൻ്റെ ഒരു കമ്പനി ഒന്നും കാണാൻ അതിനുവേണ്ടി കാശ് മുടക്കില്ല. ദുൽഖറിന് വേണ്ടത്ര ഇതിനകത്ത് ലാഭമുണ്ട്. ഏതായാലും ഓണം കല്യാണി തൂക്കി എന്ന് തന്നെ പറയണം. അത്രയാണ് അത്. കല്യാണി പ്രിയദർശൻ്റെ അർമാദിച്ച ഷോയാണ് പടം. ഓഫ് കോഴ്സ് അതിൻ്റെ കൂട്ടത്തിൽ പുള്ളിക്കാരിക്ക് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരിയുടെ ചീത്തപ്പേര് മാറി എന്നുള്ളത് തീർച്ചയായിട്ടും. കാരണം പുള്ളിക്കാരി ഇതിന് പടമായിട്ട് തന്നെ ഇത് കൂടും. വേറെ ഒരു പടം ചലഞ്ചിന് വരാത്രത്തോളം. അത് സ്റ്റൺസ് ഒക്കെ ഉണ്ട്, സൂപ്പറായിട്ടുണ്ട്. നല്ല സ്റ്റണ്ട് കൊറിയോഗ്രാഫി ഒക്കെ സൂപ്പർ, ഒന്നും പറയാനില്ല, അതിമനോഹരമായിട്ടുണ്ട്. പക്ഷെ മറ്റേ പയ്യൻ സാൻഡി പോലീസുകാരനായിട്ട് വന്നിരിക്കുന്നത്, അവൻ ഒരു നാഞ്ചിയപ്പ ഗൗഡ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് കണ്ടു പറഞ്ഞ മോഹമാണ്. പക്ഷെ ആരാന്ന് മനസ്സിലാവണില്ല. ഞാൻ കുറെ തപ്പിട്ട് എനിക്ക് ഓർമ്മ വന്നില്ല. പക്ഷെ അയാളെ വില്ലനാണ്, എന്നിട്ട് അതിന്റെ ആ വില്ലന്റെ ഗ്രേഡ് കൂട്ടി വേറെ തലത്തിലേക്ക് ആക്കി എടുത്തിരിക്കുന്നു ആ പടത്തിൽ തന്നെ. അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയി പോകുകൊണ്ടാണ് പറയാത്തത്. പക്ഷേ വർത്ത് ഇറ്റ്. നാഞ്ചപ്പ ഗൗഡ എന്ന് പറയുന്ന ഒരു SI ആയിട്ടുള്ള മനുഷ്യൻ, പിന്നെ ആ പടത്തിന്റെ അവസാനം അയാൾ ആ പടത്തിനെ കൺട്രോൾ ചെയ്യുന്ന ലെവലിലോട്ട് വളരുന്നു. അയാൾ കാരണം ഈ പറഞ്ഞ ആ ലോകത്തിലുള്ള ഇത്രയും ചേഞ്ചുകൾ ഉണ്ടാകാൻ പോകുന്നു. അടുത്ത പാർട്ട് ഇറങ്ങാൻ പോകുന്നത് തന്നെ ഇയാളുടെ ഈ ഇൻവോൾവ്മെന്റോട് കൂടിയാണ്. അത്ര ഒരു രൂക്ഷമായിട്ടുള്ള ലെവലിലോട്ട് പോകുന്നു. ഹീ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടേഴ്സ്. സാൻഡി എന്നാണ് പുള്ളിയുടെ പേര് കാണിക്കുന്നത്. ഒന്ന് പറഞ്ഞോട്ടെ, തിയേറ്ററിൽ കാണുമ്പോൾ ഒരു കാരണവശാലും സീറ്റ് വിട്ട് പോകരുത്. ഏറ്റവും അവസാനത്തെ സ്ക്രീനിലെ ലാസ്റ്റ് ടൈറ്റിൽ എഴുതി കാണിച്ചിട്ടും ഇറങ്ങി പോകരുത്. ലൈറ്റ് തെളിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എഴുതിട്ട് പോകരുത്. കാരണം ഇതിന്റെ ക്യാമിയോ റോളുകൾ വരുന്ന ഏറ്റവും അവസാനമാണ്. ഇതിന് 2 ടൈലന്റ് ഉണ്ട്. ഒരു 50% കൂടുതൽ ആൾക്കാർ ഇറങ്ങിപ്പോയി കഴിഞ്ഞു. എന്റെ അപ്പുറത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഇറങ്ങിപ്പോയിട്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി വഴിയിൽ നിൽക്കുക. കാരണം ഞങ്ങൾക്ക് അറിയാം എന്തോ വരാൻ പോകുന്നുണ്ട്. എന്നിട്ടാണ് ആൾക്കാർ ഇറങ്ങിപ്പോകാത്ത ആൾക്കാർക്ക് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ, ബാക്കിയുള്ളത് കാണാൻ പറ്റുകയുള്ളൂ. അത് അടുത്ത സീരീസിലേക്കുള്ള അല്ലെങ്കിൽ അടുത്ത സെക്ഷനിലേക്കുള്ള ഒരു സ്റ്റാർട്ടപ്പ് ചെയ്ത് വെച്ചിട്ട് അവർ നിർത്തിയേക്കുവാണ്. മേക്കിംഗ് അടിപൊളി, അത്ര കിടക്കൻ മേക്കിംഗ്. എനിവേ, ഇതാണ് ഞങ്ങളുടെ റിവ്യൂ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ പറഞ്ഞു. ഇത് ഞങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞങ്ങൾക്ക് ഇതിനകത്ത് ഞങ്ങളുടെ ഏജ് ഗ്രൂപ്പ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നിയ ഹാപ്പി ആയിട്ടുള്ള സംഭവം ഞങ്ങൾ പറഞ്ഞു. അല്ല, അതിനകത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഒരു ഘട്ടത്തിലാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഓക്കെ, ഇത് ഈ കല്യാണി എന്ന് പറയുന്ന ഒരു യക്ഷീനെ ബേസ് ചെയ്തിട്ടുള്ള കഥയല്ല ഇത്. ഇവരുടെ ഒരു ലോകമുണ്ട്. അതായത് ഇവരെ പോലെയുള്ള പല ആൾക്കാർ പല സ്ഥലത്ത് ജീവിച്ചിരിപ്പുണ്ട്. അവരെല്ലാം ഈ കഥയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇതിന് കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഡെപ്ത് വരാം. അതായത് അതും നല്ല കിടു ആക്ടേഴ്സ്, അവഞ്ചേഴ്സ് പോലെയോ അല്ലെങ്കിൽ എക്സ്മെൻ പോലെയോ ഒക്കെ പല പാർട്ട് ഇറക്കിയാലും ഇനി കിടക്കുകയാണ് കഥ. ലോകന്റെ കഥ പോലെ ഇഷ്ടംപോലെ ഇനി ക്യാരക്ടേഴ്സ് വരാൻ കിടക്കുന്നു, പല കഴിവുകളുള്ള ആൾക്കാർ വരാൻ കിടക്കുന്നു എന്ന് പറഞ്ഞ പോലത്തെ ഒരു യൂണിവേഴ്സ് ഡെവലപ്പ് ആകാൻ പോകുന്നു. ഡെവലപ്പ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം പടം ഹിറ്റാണ്. ഞങ്ങൾ ഇറങ്ങിയ ഷോ കഴിച്ച് ആൾക്കാർ ഇടിച്ചു കുത്തിയാണ് കയറുന്നത് അടുത്ത ഷോയ്ക്ക്. അതുപോലെ തിരക്ക്. നസ്ലിനെ ഇഷ്ടപ്പെട്ടു, കല്യാണിയെ ഇഷ്ടപ്പെട്ടു, ചന്തുവിനെ സരികുമാറിന്റെ മോൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി. ആ പയ്യന്റെ പേരെനിക്കറിയത്തില്ല. ബട്ട് കുഴപ്പമില്ലായിരുന്നു. നമുക്ക് അങ്ങനെ വലിയ സംഭവം തോന്നിയില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അവന് റോളുണ്ട്, എന്നാലും കുറെ തമാശ റോളുകൾ ഇവരെ കൈകാര്യം ചെയ്തത്. എന്താ പറയാ, നല്ലായിരുന്നു. തിയേറ്ററിൽ വാച്ച് ചെയ്യുക, OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. തിയേറ്ററിൽ കാണാൻ പറ്റുമെങ്കിൽ തിയേറ്ററിൽ കാണുക. പിന്നെ ഈ സൂപ്പർ ഹീറോ പടങ്ങളും ഇതുപോലത്തെ പ്രേത കഥകളും ഒന്നും നിങ്ങളുടെ ഇഷ്ടങ്ങളിൽ പെടുന്നതല്ലെങ്കിൽ ദയവ് ചെയ്ത് ഈ പരിപാടിക്ക് പോകരുത്. കാരണം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കഥയോ നിങ്ങൾ കണ്ടിരിക്കുന്ന കഥയോ അല്ല. മുത്തച്ഛി കഥകൾ ഇഷ്ടപ്പെടാത്തവർ ദയവ് ചെയ്ത് ഈ പരിപാടിക്ക് പോവുകയേ ചെയ്യരുത്. നിങ്ങൾ വലിയ സീരിയസ് ആയിട്ടുള്ള പ്രേമകഥകൾ മാത്രം കാണുക, അല്ലെങ്കിൽ കൊറിയൻ സീരീസിനകത്തെ സ്റ്റണ്ട് പടങ്ങൾ മാത്രം കാണുന്നതിനൊക്കെയാണെങ്കിൽ ഇതിൽ പോയി വെച്ച് കയറി കഴിഞ്ഞാൽ എന്തോന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടിയല്ല ഈ പറയുന്നത്. ഈ ടൈപ്പ് കഥകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പറയുന്നേ ഉള്ളൂ.
ഓക്കെ എന്നാ ശരി എന്നാ താങ്ക് യു. താങ്ക് യു.